പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് വഷള് പ്രഭാഷണങ്ങളെ നമ്മൾ ഇത്രയധികം ശക്തമായിട്ട് എതിർക്കുന്നതും വിമർശിക്കുന്നതും? നിങ്ങൾ അറിയണം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടോ അതല്ലെങ്കിൽ ഒരു പുരുഷ വിഭാഗത്തോടോ ഒന്നും യാതൊരു എതിർപ്പുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ ഉസ്താദുമാരുടെ കാമക്കേളികളാണ് മുസ്ലിം സമൂഹം കേൾക്കുന്നത്. പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലാണെങ്കിൽ അക്ഷരാഭ്യാസമുള്ള ആളുകൾ വളരെ കുറവാണ്. അവർക്ക് ഇന്നത്തെ പോലെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഏത് അധ്യായത്തിലാണ്, ഏത് ഗ്രന്ഥത്തിലാണ് എന്നൊന്നും നോക്കി നടക്കാനുള്ള അവഗാഹമോ അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളോ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്നത്തെ സാഹചര്യങ്ങൾ ഏറെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അവനിലെ അന്വേഷണത്വര ഉപയോഗപ്പെടുത്തി സത്യം എവിടെയാണെങ്കിലും ശരി തേടിപ്പിടിക്കാൻ ഇന്നവന് സാധിക്കും. ഉസ്താദുമാരുടെ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടാൽ ഏത് പെണ്ണിനെയാണ് നമുക്ക് കിട്ടുക കയറി പിടിക്കാൻ എന്ന് തോന്നില്ലേ? ഇല്ലേ? ഇവർക്കാകെ പറയാനുള്ളത് മാറും മോറും ഡാഷും മാത്രമാണ്. ഇതുമാത്രമാണ് ഇവരുടെയൊക്കെ ആത്യന്തികമായ ജീവിതം. സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. അതുകൊണ്ടാണ് സെക്സ് ഇസ്ലാം എന്ന് പോലും പറയുന്നത്. ഇവർക്ക് മതബോധം മാത്രമാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെവിടെയും ഈ ഭോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് പറയാനില്ല. ഒരു വഷള് ക്ലാസ്സിൽ വന്നിരുന്നാൽ ആ സമയത്തും ഇവർ പറയുന്നത് അത്രയും വൃത്തികേടുകൾ മാത്രമാണ്. അന്ന് ഈ മതപ്രഭാഷകരെയൊക്കെ എന്തോ വലിയ മഹാരഥന്മാരായിട്ടാണ് എൻ്റെ ഉമ്മച്ചി ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ കണ്ടിരുന്നത്. കാരണം മതം പറയുന്നവർ ഉസ്താദ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പോയി പറയുമ്പോൾ ഉമ്മച്ചി പറയുക, ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും സ്വർഗമാണ് കിട്ടുക. അപ്പൊ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല. വീട്ടുകാർ വിചാരിക്കുന്ന എന്താ? പഠിക്കാൻ വയ്യ, എഴുതാൻ വയ്യ, ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ അറിയത്തില്ല, കൃത്യമായ രൂപത്തിൽ പഠിക്കുന്നില്ല, ഹോംവർക്കുകൾ ചെയ്യുന്നില്ല, സമയത്തിന് എത്തുന്നില്ല, അതുകൊണ്ട് ഉസ്താദ് ഒരടിയൊന്നുള്ളൂ കൊടുത്തു കാണും. പിള്ളേർക്ക് തോന്നുവാണ് നെഞ്ചിൽ പിടിച്ച് ഞെരടിയെന്നും തുടക്കകത്ത് നുള്ളിയെന്നും ഒക്കെ കുട്ടികൾക്ക് തോന്നുന്നതാണ് എന്ന്. മുമ്പ് കോന്നിപ്പള്ളിയിൽ ഞങ്ങൾക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അറിയും. കാരണം അദ്ദേഹം ഒന്ന് തുമ്മിയാൽ ഒരു 5 കിലോമീറ്ററിന് അപ്പുറത്ത് കേൾക്കാം. അപ്പൊ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പേര് ഒന്നും നമുക്ക് പരിചയമില്ല. കൊന്നപ്പാറ ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ പറയുക. അന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അദ്ദേഹം ഈ തൊട്ടയുടെ അങ്ങേ അറ്റത്താണ് അദ്ദേഹം നുള്ളുക. അതിന് അയാൾക്കൊരു സുഖമുണ്ട്. പെൺകുട്ടികളെ, ആൺകുട്ടികളെ ആണെങ്കിൽ ചാന്തിക്ക് അടിക്കാറാ പതിവ്. അതിൽ അയാൾക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. ഞാൻ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരണത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ ഇതാണ് ഉസ്താദുമാർക്ക് ആത്യന്തികമായി പറയാനുള്ളത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമസ്കാരം. വളരെ അത്യാവശ്യം നല്ല മതമാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, സാരമില്ല. അപ്പോൾ തന്നെയും പിന്നെയും ഈ കഥകൾ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഉസ്താദുമാർക്കൊരാഗ്രഹം,
മുമ്പ് കൊറോണ വന്നല്ലോ. കൊറോണ കാലമാണ്. മദ്രസകളൊക്കെ പൂട്ടി. പഴയതുപോലെ കുട്ടികളെ പിടിച്ച് ഞെരടാനും തടവാനും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഉസ്താദുമാര് ഈ റീചാർജ് ചെയ്യാനൊക്കെ പല സ്ഥലങ്ങളിലും പോകുമല്ലോ. അപ്പോൾ അന്നൊക്കെ കൂപ്പണൊക്കെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ശരിയാക്കിത്താന്നൊക്കെ പറയാറില്ലേ. ആ രൂപത്തിൽ എങ്ങനെയായിരുന്നാലും ശരി, ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ എടുക്കാൻ പ്രയാസമൊന്നുമില്ല. മദ്രസകളിലെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാക്കി അവരുടെയൊക്കെ ഉമ്മമാരുടെയും പാപ്പമാരുടെയും ഒക്കെ നമ്പർ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് പ്രൊഫൈൽ പിക്ചർ കുട്ടികളുടെ പിക്ചർ ഇടണമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു 9ാം ക്ലാസ്സിലെയും ഒരു 8ാം ക്ലാസ്സിലെയും ഒക്കെ കുട്ടികളെയൊക്കെ ഉസ്താദ് ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചു. ഉസ്താദിന് കിട്ടിയ നമ്പർ അനുസരിച്ചിട്ട് ഉസ്താദ് ഒരു കുട്ടിക്ക് ഫോൺ ചെയ്തു. തന്നെയും പിന്നെയും ഇവര് കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഇതുപോലെയുള്ള വസ്തുതകൾ മാത്രമാണ്. സ്വർഗം, സുഖം, ഹൂറികൾ, മാറിടങ്ങൾ, ഡാഷ് ഇടങ്ങൾ, ചെറിയ ബാലന്മാർ. ശരി, 72 മാറിടം തുടുത്ത ഹൂറികളെ കുറിച്ച് പഠിക്കുന്ന ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയൂ. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, നമുക്കതാണെന്ന് വിചാരിക്കാനും പറ്റില്ല. ഈ ഉസ്താദ് വാണിയമ്പലംകാരനാണ്. ഈ വാണിയമ്പലത്തെ ഏതോ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ നമ്പർ ഉസ്താദ് ഒന്ന് സംഘടിപ്പിച്ചു. ഉസ്താദിന് ബയോളജി ക്ലാസ് ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹം. 9ാം ക്ലാസ്സുകാരിയെ ബെഡ്റൂമിനകത്ത് ഒറ്റയ്ക്ക് കിടത്തി തന്നെ ക്ലാസ് എടുക്കണം എന്ന് ഉസ്താദിന് വളരെ നിർബന്ധമാണ്. ചുറ്റിനുമാരും ഉണ്ടാകരുത്, മറ്റുള്ളവരോട് പറയരുത്, മറ്റുള്ളവരറിയരുത് എന്നൊക്കെ ഉസ്താദിന് വല്ലാത്ത നിർബന്ധമുണ്ട്. ഇത് ഞാന് 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ കൊറോണ വരുന്ന സമയത്ത്, കൊറോണ നിറഞ്ഞു നിന്ന സമയത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത്. ആ സമയത്താണ് ഞാൻ ഈ ഉസ്താദിന്റെ വോയിസ് എടുത്ത് എയർ ചെയ്തു. ഇപ്പോഴാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വോയിസിന്റെ യഥാർത്ഥ ഉടമയായിട്ടുള്ള ഉസ്താദിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. ഇപ്പൊ അയാളെ പൊക്കി. ഇപ്പോഴാണ് ഉസ്താദ് ആരാണ്, മദ്രസയിലെ ബയോളജി ഉസ്താദ് ആണ് എന്ന് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായത്. ഒരു പക്ഷേ ആ സിമ്മ് പിന്നീട് ഒരിക്കലും ആൾ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം. പിന്നെ അതിന്റെ പിന്നാലെ ഒരു പരാതിക്കാരിയും നടക്കണമല്ലോ. ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അതിന് കൃത്യമായ രൂപത്തിൽ ഫോളോ അപ്പുകൾ വേണം, എന്നാലേ ആക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഭാവിയല്ലേ, ഒരു പക്ഷേ പിന്നീട് അവര് മുന്നോട്ട് പോയിട്ടുണ്ടാകത്തില്ല. അപ്പോ ശരിക്കിത് പിടിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ഈ പെൺകുട്ടി ആ ഏരിയയിലെ പെൺകുട്ടിയായിരുന്നില്ല. വാണിയമ്പലം സ്കൂളിലെ അധ്യാപകനാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നതിന് വേണ്ടിയാണ്. കുട്ടികൾക്ക് വീക്കായിട്ടുള്ള വിഷയങ്ങൾ ഏതാണോ അത് കൂടുതലായിട്ട് പഠിപ്പിക്കുക. അപ്പൊ കുട്ടി പറഞ്ഞു ഇംഗ്ലീഷ്, ഹിന്ദി. ബയോളജിയെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഉസ്താദിന് ബയോളജിയെ കുറിച്ച് തന്നെ, ബയോളജി ക്ലാസ് തന്നെ എടുക്കണമെന്നൊരു നിർബന്ധം. അങ്ങനെ ഇതിന്റെ ട്വിസ്റ്റ് വരുന്നത്, പിന്നീട് ഈ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട ആളിനെ അറിയിക്കുന്നു. ആ വീട്ടിൽ ആരാണ് ഉള്ളത്, അമ്മായി എങ്കിൽ അമ്മായി, കുഞ്ഞുമ്മ എങ്കിൽ കുഞ്ഞുമ്മ, മൂത്തുമ്മ എങ്കിൽ മൂത്തുമ്മ, അവരെ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇവളെ ഇനിയിപ്പോ ഇവിടുന്ന് വിരുന്ന് വന്നതാണല്ലോ. ഉസ്താദ് ഒന്ന് ചമ്മി. അപ്പൊ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ആ വീട്ടമ്മ നല്ല മറുപടിയും നൽകി. ശരി, ഞാനത് കുറച്ച് മുമ്പ് ചെയ്തതാണ്. അതിനകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് ആ വോയിസിനിടയ്ക്ക്, നിങ്ങളതൊന്ന് കേൾക്കുക. ഓൺലൈൻ ക്ലാസ് ആണ്, നമ്മൾ ഇരിക്കുകയാണ്. ഹലോ ഹലോ, ഞാന് സ്കൂളിൽ നിന്ന് ഭാഷയാണ് വിളിക്കുന്നത് കേട്ടോ. പഠനകാര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. ഓൺലൈൻ സ്കൂളിൽ പഠിക്കുന്നത് അല്ല, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ സ്കൂളിലെ അധ്യാപകനാണ് വിളിക്കുന്നതെങ്കിൽ മോളേത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന ചോദ്യം അവിടെ അനാവശ്യമാണ്, അല്ലേ? ഈ അധ്യാപകൻ ആരാണ്, ഈ അധ്യാപകന്റെ പേരെന്താണ് എന്ന് കുട്ടി ചോദിക്കണമായിരുന്നു. കുട്ടി അത് ചോദിച്ചിട്ടില്ല. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് ഈ അധ്യാപകൻ ചോദിച്ചപ്പോൾ ഇത് അധ്യാപകനല്ല എന്ന് ഉറപ്പായില്ലേ? ഈ കുട്ടിയെ അറിയില്ല എന്ന് ഉറപ്പായില്ലേ? ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്കൂളുമായിട്ടോ ആ സ്കൂളിലെ അധ്യാപകന്മാരുമായിട്ടോ ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ആദ്യം പറഞ്ഞത് എന്താണ്? ഞാൻ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ ഏത് സ്കൂളാണ് എന്ന് അങ്ങോട്ട് ചോദിക്കാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരധ്യാപകൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ് സാറായിരിക്കും, അതല്ലെങ്കിൽ ക്ലാസ് ചാർജുള്ള അധ്യാപികയായിരിക്കും വിളിക്കുന്നത്. നമ്മളുടെ പേരും ഡീറ്റെയിലും ഒക്കെ സാറിനറിയാം. അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കണം, സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് കുട്ടിയെയാണ് വിളിച്ചത്, ആ കുട്ടിയുടെ പേരും സ്കൂളും നിങ്ങൾക്ക് അറിയില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് അത്രമാത്രം ഗ്രാഹ്യം ഉണ്ടാകില്ല. ഞാൻ ഇനി വരുന്ന കോളിനെ അറ്റൻഡ് ചെയ്യേണ്ടുന്ന രീതി പറഞ്ഞതാ. നമുക്ക് നോക്കാം. ഹലോ, ഞാന് സ്കൂളിൽ നിന്ന് ഭാഷയാണ് വിളിക്കുന്നത് കേട്ടോ. പഠനകാര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. മോനെ സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ വാണിയമ്പലം സ്കൂളിലാണ് വിളിക്കുന്നത്. കുട്ടികൾക്ക് കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലേക്ക് പഠനങ്ങളൊക്കെ മുടങ്ങിയാണല്ലോ ഓൺലൈൻ പഠനമായിട്ടുള്ളത്. അപ്പോ 2 വർഷമായിപ്പോ നല്ല സ്കൂൾ ഇല്ല. ഈ വർഷവും സ്കൂൾ തുറക്കുന്ന കാര്യം വളരെ പ്രയാസമാണ് കേട്ടോ. അത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് പുറമെ എല്ലാ ആഴ്ചയിലും 25-30 മിനിറ്റ് നേരം കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. 25 മിനിറ്റ് നേരം ഉണ്ടാവും. അപ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9-ിലല്ലേ? അപ്പോ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന അധ്യാപകൻ ഇങ്ങോട്ട് ചോദിക്കണമെങ്കിൽ ഈ കുട്ടിയെ കുറിച്ചിട്ടൊന്നും ആ അധ്യാപകൻ അറിയില്ല, ആ സ്കൂളിൽ നിന്നല്ല വിളിച്ചത്, ആ കുട്ടിക്ക് വിലപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. ഒരു അധ്യാപകൻ അങ്ങനെ വിളിക്കില്ല കുട്ടിയെ അറിയാതെ. ഹലോ, അപ്പോൾ 8 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. 30 മിനിറ്റ് നേരം ഉണ്ടാവും കേട്ടോ. ഒരു പേനയും നോട്ട്ബുക്ക് എടുത്തിട്ട് 8 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം 25 മുതൽ 30 വരെ മിനിറ്റ് ആണ് ക്ലാസ്. ഒരു പേനയും ബുക്കും എടുത്തു വെച്ചോളൂ. ഉസ്താദ് ബയോളജി ക്ലാസ് തുടങ്ങാം. 30 മിനിറ്റ് ഹലോ, ഈ കൊച്ചു വാണിയമ്പലത്തേക്ക് വിരുന്നു വന്നിരിക്കുക. ഈ കൊച്ചു വാണിയമ്പലത്തല്ല. ഹെഡ്സെറ്റ് വീണ്ടതിന്. ഹലോ, കാരണം ഉസ്താദ് പഠിപ്പിക്കുന്ന ബയോളജി ക്ലാസ് വേറെ ആരും കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ഹെഡ്സെറ്റ് നിർബന്ധമാണ്. ആളുകളുടെ ഇടയിൽ ഇരിക്കരുത്. ഒരു റൂമിനകത്ത് ഒറ്റയ്ക്കിരിക്കണം. നിഷ്കളങ്കനായ സാറ ക്ലിയറായി കേൾക്കുന്നുണ്ടോ? എഫേർട്ട് വേസ്റ്റ് ആകരുത്. ക്ലിയറായി കേൾക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഹലോ, കുട്ടി അവിടെ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. കുട്ടി അവിടെ ആരോടോ പറയുന്നുണ്ട്, ഇന്ന ആളാണ് വിളിക്കുന്നത്, ഒരു സാറാണെന്നാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് മുറിക്കകത്തിരിക്കാൻ പറയുന്നുണ്ട്, ബുക്കും പേനയും എടുക്കാൻ പറയുന്നുണ്ട് എന്ന് കുട്ടി അവിടെ ആ വീട്ടിലുള്ള ആരുമായിട്ടോ സംസാരിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് കുട്ടി ആരോടോ പറഞ്ഞു കഴിഞ്ഞോ പറയുന്ന സമയമായിരിക്കണം ഈ ഉള്ളത്. തയ്യാറായോ? നമ്മൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ? എനിക്ക് ഹിന്ദി, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി ഇല്ല. 3 വിഷയങ്ങളാണ് അല്ലേ? ഈ 3 വിഷയങ്ങൾ പിന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ 3 വിഷയങ്ങൾ നമുക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് വരും കേട്ടോ.
വാട്സപ്പിൽ പേഴ്സണൽ ആയിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അതിന്റെ ഡേറ്റ് പിന്നെ അറിയിക്കും. പിന്നെ വാട്സപ്പിൽ ചെയ്യേണ്ട കാര്യം മോള് പിന്നെ ഈ വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ, അത് മോളെ ഫോട്ടോ പിന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലേ പിന്നീട് ഈ കൊച്ചിനെ ഇയാൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റൂ. ഈ കൊച്ചു തന്നെയാണ് എന്ന് ഉറപ്പിക്കണ്ടായോ? അതുകൊണ്ട് വാട്സപ്പിൽ മോളുടെ ഫോട്ടോ തന്നെ വെക്കണം, പ്രൊഫൈൽ പിക്ചർ. തിരിച്ചറിയാനാണ്. ഒരുപാട് കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ മോളെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവും. മോളെ ഫോട്ടോ ആണോ ഉള്ളത്? ഇപ്പൊ ഈ നമ്പറിൽ വാട്സപ്പിൽ മോളെ ഫോട്ടോ ആണോ ഉള്ളത്? അപ്പൊ മോളെ ഫോട്ടോ ആണോ? അപ്പൊ അത് മതി, മാറ്റണ്ടാട്ടോ. അത് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പൊ തഫത്തായിട്ടുള്ള വിഷയങ്ങൾ പുലർച്ചെ നേരത്തെ എണീറ്റ് വായിക്കാം. ഓക്കെ, പുലർച്ചെ എഴുന്നേറ്റ് വായിക്കണം. മോള് എവിടെ നിന്നൊക്കെ സംസാരിക്കുന്നത്? ഞാൻ റൂമിന്റെ വാതിലടച്ച് കിടക്കണം കേട്ടോ. വാതിലടച്ച് കിടക്കണം. ഹിന്ദിയും ഇംഗ്ലീഷും മാത്സുമാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കുട്ടി. ശരി, ആ 3 ക്ലാസ്സുകളും മോൾക്ക് ഓൺലൈൻ വഴി തന്നെ പേഴ്സണലായിട്ട് വരും. ശരി, അത് പിന്നീട് അറിയിക്കും. ഇപ്പോൾ റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് മോൾ ഒറ്റയ്ക്ക് കിടക്കണം. അടുത്ത പണി ഒപ്പിക്കാൻ പോവാണ്. വാതിലടച്ച് കിടക്കണം. ശ്രദ്ധിച്ചു. വാതിലടച്ച് കിടക്കണം കേട്ടോ. വാതിലടച്ച് കിടക്കണം. ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് പറയൂ. ഉള്ളത് വാതിലടച്ച് കിടക്കണം കേട്ടോ. ഈ ബഹളങ്ങൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് പറയൂ. ഉള്ളത് വാതിലടച്ചോ? വാതിലടച്ചോ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് മോൾക്ക് പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോ പിന്നെ 8, 9, 10 പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോണ് വേണം പഠിക്കാൻ. സ്വന്തമായിട്ട് ഫോൺ ഇല്ലെങ്കിൽ പഠന നിലവാരം കുറയും. മോൾക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവും. ഓക്കെ, ഉമ്മാന്റെ കുഴപ്പമില്ല. അപ്പൊ ഉമ്മാന്റെ ഫോൺ കുഴപ്പമില്ല, അവർ ഉപയോഗിക്കില്ലല്ലോ. അതായത് പഠിക്കാനുള്ള പിന്നെ കാര്യങ്ങൾക്ക് കിട്ടണം. അവർ കിട്ടാറുണ്ട് അല്ലേ? ഉപ്പാക്ക് എന്താണ് ജോലി? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക്, ഫോണില്ലാത്ത കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അത് തരാം. അത് പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ക്ലാസ് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾ തയ്യാറാകണം. എത്തിക്കഴിഞ്ഞു വിഷയത്തിലേക്ക് വന്നു. നമസ്തേ. ഓക്കെ, അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ക്ലാസ് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾ തയ്യാറാകണം. അത് എന്താണ് ശാരീരികമായിട്ടും മാനസികമായി തയ്യാറാവുക, അതാണ് ഇന്നത്തെ വിഷയം. മോളെ പേരെന്താണ്? ബുദ്ധിയുണ്ട് കുട്ടിക്ക്. കുട്ടി പേര് പറയുന്നില്ല. മോളെ പേരെന്താണ്? ഇങ്ങേര് വിളവ് പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് കുട്ടി. ഹലോ ഹലോ, ആരാണ്? ശ്രദ്ധിച്ചോ? സാറ് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം. അല്ല, ഈ ഫോൺ കോൾ വിളിച്ചവൻ സാറൊന്നും ആയിരിക്കില്ല. അപ്പൊ അയാള് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക്. ശരി, റൂമിൽ കയറണം. കയറി. വാതിലടയ്ക്കണം. അടച്ചു. ആ സമയം കൊണ്ട് ആ കുട്ടി അറിയിക്കേണ്ടവരെ കാര്യങ്ങൾ അറിയിച്ചു. ഇടപെടേണ്ടുന്ന സമയമായപ്പോൾ കൃത്യമായി കുട്ടി ഫോൺ പാസ് ചെയ്തു. ആള് വന്നു.
ആ അതാരാ വിളിക്കണേ? വാണിയമ്പലം സ്കൂളിൽ നിന്നാണേ. വാണിയമ്പലം സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. പഠനകാശ് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുത്തോ ഈ നമ്പറാണ് കൊടുത്തത്. അതിന്റെ ഭാഗമായിരുന്നു. ഈ നമ്പർ ആ സ്കൂളിൽ കൊടുത്തിട്ടില്ല. കാരണം ഈ കുട്ടി ഈ വീട്ടിൽ വിരുന്നു വന്നതാണ്, ഈ വീട്ടിലെ കുട്ടിയല്ല. ആ അതിന് ഓള് വീട്ടിലല്ല, ഓൾക്ക് അങ്ങോട്ട് വരുന്നതാണ്, വീട്ടിലല്ല. വീട്ടിലൊക്കെ ഉള്ളത് വീട്ടിലാരാ? കൗൺസിൽ സാറ്. അത് ഓളപ്പന്റെ നമ്പർ ഏതാ? ഇപ്പൊ വിളിച്ചോളൂ. ഈ കോൾ റെക്കോർഡിംഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വാണിയമ്പലം എന്ന സ്ഥലത്തെ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് ഈ ഫോൺ കോൾ വന്നത്. എന്തോ ഭാഗ്യത്തിന് മാഷാണ് എന്ന് പറഞ്ഞ് ഇയാൾ അധ്യാപകനാണ് എന്ന് പറഞ്ഞു വിളിച്ചു. കുട്ടിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഹിന്ദിയും ഇംഗ്ലീഷും മാത്സും ബുദ്ധിമുട്ടായ ഒരു കുട്ടിയെ മാനസികമായും ശാരീരികമായും ഓൺലൈൻ ക്ലാസ്സിന് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടി കിടക്കാൻ പറഞ്ഞു ഒറ്റയ്ക്ക്. ഇപ്പോഴത്തെ വിളഞ്ഞ മക്കളല്ലേ ഇതിനപ്പോൾ കിടക്കുന്ന ഹിന്ദി ഇംഗ്ലീഷും കണക്കും പഠിക്കാൻ. അത് ഓൺലൈൻ ക്ലാസ്. ഉടനെ കുട്ടി കൊണ്ടുപോയി ഫോണ് കൊടുക്കേണ്ടവരോട് കൊടുത്തു. ചെക്കിട്ടൊരെണ്ണം കൊടുക്കാൻ നേരിൽ കാണണ്ടേ? എന്തായിരുന്നാലും അവനെ പൊക്കിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു. നന്ദി.